വളരെയധികം ലജ്ജാകരവും അസ്വസ്ഥജനകവുമായ ഒരു വീഡിയോ ഫുട്ടേജാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരു യുവ ഡോക്ടറെ പരസ്യമായി സ്റ്റേജിൽ വെച്ച് അപമാനിക്കുകയും അവരുടെ മുഖാവരണം വലിച്ചു മാറ്റുകയും ചെയ്യുന്ന ചിത്രമാണ്. ആ ഇമേജ് ഇന്ത്യയിൽ ഒട്ടാകെ ചർച്ചയായി. ഭരണഘടന പ്രദാനം ചെയ്യുന്ന വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം ഒരു മുഖ്യമന്ത്രി പരസ്യമായി നിഷേധിക്കുകയും യുവ ഡോക്ടറെ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗവൺമെൻറ് തസ്തികയിലേക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ച ഡോക്ടർമാർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈമാറുന്ന ഒരു ചടങ്ങായിരുന്നു അത്. വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു ആ പരിപാടി. നിതീഷ് കുമാറിൻ്റെ ഈ പ്രവൃത്തിയെ എല്ലാവരും അപലപിക്കുകയുണ്ടായി. ഭരണഘടന ഒരു പൗരന് നൽകുന്ന അന്തസ്, ആ അന്തസ് ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പെരുമാറ്റം. ഞാൻ അപമാനിക്കപ്പെട്ടു, ഇനി ആ ജോലി വേണ്ട എന്നാണ് അപമാനിതയായ വനിതാ ഡോക്ടർ നുസ്രത്ത് പർവീൻ അറിയിക്കുന്നത്. മനുഷ്യൻ്റെ അന്തസ്സിനേക്കാൾ, ഡിഗ്നിറ്റിയേക്കാൾ വലുതല്ല സർക്കാർ ജോലി എന്നാണ് ആ യുവതി പറയുന്നത്. BJPയോടൊപ്പം ചേർന്ന് സർക്കാർ ഉണ്ടാക്കിയ നിതീഷ് കുമാർ BJPയുടെ വർഗീയ രാഷ്ട്രീയം പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. സർക്കാർ ജോലികൾ നൽകുന്നത് തങ്ങളുടെ ഔദാര്യമാണെന്ന ഭരണവർഗത്തിൻ്റെ അധീശത്വ മനോഭാവവും ആ പ്രവൃത്തിയിൽ നിഴലിച്ച് കാണാം. അപമാനിതയായ ആ യുവതിയോട്, ഡോക്ടറോട് നിതീഷ് കുമാർ മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.